ഹലോ. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗോതമ്പ് ദോശേൻ്റെ റെസിപ്പിയാണ് ഇന്ന്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പിൽ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഒരു പച്ചമുളകും 4 ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വലുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദോശ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്തിട്ട് അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി അതിൻ്റെ അകത്തേക്ക് 1 കപ്പ് വെള്ളമാണ് വേണ്ടത്. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒരു നല്ല ലൂസ് ബാറ്ററായിട്ട് എടുക്കുക. കുറച്ച് വെള്ളം ചേർത്താൽ മാത്രമേ കട്ടയില്ലാണ്ട് നല്ല ലൂസ് ബാറ്ററായിട്ട് ചെയ്തെടുക്കാൻ പറ്റൂ. നന്നായിട്ടൊന്ന് ഇതുപോലെ നല്ല ലൂസ് പരുവത്തിൽ സാധാരണ ദോശ ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടി ലൂസാക്കിയിട്ട് നല്ലോണം ഒന്ന് കലക്കിയെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇനി ഇതിലെ വെള്ളമെല്ലാം നല്ലോണം ഒന്ന് ആറി വരുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് എല്ലാവരുടെയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു വശം ഏകദേശം ആയി കഴിയുമ്പോൾ ഒരു 1.5 മിനിറ്റ് കൊണ്ട് ഒരു വശം ആയി കിട്ടും. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഏകദേശം ഒരു 1.5-2 മിനിറ്റിനുള്ളിൽ മറുവശം കൂടി നല്ലോണം വെന്ത് കിട്ടും. ഇനി ഇത് പാനിൻ്റെ അകത്തുനിന്ന് എടുത്തു മാറ്റാം. ബാക്കി ദോശ കൂടി ഇതുപോലെ റെഡിയാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.